മുണ്ടക്കൈ ചൂൽമല അതിജീവിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകൾ ഇന്നു മുതൽ താമസയോഗ്യമാവുകയാണ്. താമസം തുടങ്ങുകയാണ് അവിടെ. ഫെബ്രുവരി 27 കൈമാറിയ 51 വീടുകളിലാണ് ഗുണഭോക്താക്കൾക്ക് താമസം തുടങ്ങാനുള്ള സാഹചര്യമുണ്ടായത്. വൈകിട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. തുല്യനീതിക്കു വേണ്ടി നാം പാടണം, ഭിന്ന സുസ്വരം കേൾക്കുവാനാവണം. ഞാൻ കൂടുതലൊന്നും പാടുന്നില്ല, എൻ്റെ തൊണ്ട ഇടറുന്നുണ്ട്. അതുകൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ്. ഞാൻ ഇതുവരെ പാടിയ ഏത് ക്ഷേത്ര നടയേക്കാളും പുണ്യമായിട്ട് ഞാൻ ഈ രമ്യയുടെ വീടിൻ്റെ ഈ അകത്തളത്തിൽ വന്ന് നിൽക്കുമ്പോൾ സന്തോഷിക്കുകയാണ്. ഇവിടുത്തെ ഓരോ ജീവനുകളും ജീവിതങ്ങളും ഈ സംസ്കാരം പ്രചരിപ്പിക്കുന്ന ആളുകൾ കൂടിയായി രമ്യയുടെ മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. സന്തോഷം. സന്തോഷകരമായൊരു സാഹചര്യമാണ്. 51 വീടുകളിലും താമസിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നതാണ് കമൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നുള്ള വീട്ടിലേക്കുള്ള കയറി താമസം, ആ ചടങ്ങിൻ്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ വരികയാണ്. വൈകിട്ടാണ് ഔദ്യോഗികമായി ഇതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന് പറയാൻ കഴിയില്ല, വീട്ടിലേക്ക് കയറുന്ന ചടങ്ങാണ്. 51 വീടുകളിലെ ഗുണഭോക്താക്കൾക്കാണ് വീണ്ടും താക്കോൽ കൈമാറിയത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കാൻ പോവുകയാണ്. കമലാണ് വിവരങ്ങളുമായി ചെന്നത്. കമൽ, വലിയ സന്തോഷകരമായൊരു അന്തരീക്ഷം. ആ അന്തരീക്ഷം എത്രത്തോളം വളരെ പ്രധാനമാകുന്നു? രതീഷ്, വളരെ സന്തോഷകരമായ അന്തരീക്ഷമാണ്. ഞാൻ രമ്യയുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. മുസ്ലിം ലീഗ് നേതാക്കളൊക്കെയുണ്ട്. ജയന്തി രാജനുണ്ട്, ഞരളത്ത് ഹരിഗോവിന്ദനുണ്ട്, പി കെ ഫിറോസ് ഉണ്ട്. പി കെ ഫിറോസ് നേരത്തെ മുതൽ ഇവിടെയുണ്ട്. ഹരിയുടെ ഒരു പാട്ടൊക്കെ കേട്ട് നമ്മൾ നിൽക്കുകയാണ്. ഹരി കുറച്ച് ഇമോഷണലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ? ഒരു മനുഷ്യനായി പിറന്നതിൽ, മലയാളിയായി പിറന്നതിൽ, മലപ്പുറത്തുകാരനായി പിറന്നതിൽ, മുസ്ലിം ലീഗുകാരനായതിൽ വലിയ അഭിമാനം തോന്നുകയാണ്. മനുഷ്യസാധ്യങ്ങളെല്ലാം വിളയിക്കുന്ന, അയൽ ഹൃദയങ്ങളെ മുഴുവൻ കവരുന്ന ഒരു വലിയ പ്രവർത്തനമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മറ്റ് പലരെയും കുറ്റപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത്രയും സാങ്ക്ടിറ്റി ഉള്ളൊരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് സാധ്യങ്ങളായതെല്ലാം ചെയ്യുകയാണ് മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുകയാണ്. ഞങ്ങളുടെ നേതൃത്വം എന്താണോ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുമ്പോൾ ഈ നേതൃത്വങ്ങളെല്ലാം എന്താണോ സ്വപ്നം കണ്ടത്, അത് ഓരോ ദിവസവും കൂടുതൽ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ആയിട്ട് ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത്തരത്തിലൊരു ഗൃഹപ്രവേശം നടക്കുന്ന സമയത്ത് ഈ മലയാളക്കരയിൽ വാക്കുകൊണ്ടല്ലാതെ പ്രവൃത്തിയിൽ പലതും ചെയ്തു തീർക്കാൻ കഴിയും. മനുഷ്യരുടെ സ്നേഹവും സാധ്യതകൾ ഉപയോഗപ്പെടുത്തി എന്ന വലിയ സന്ദേശമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ക്ഷേത്ര സോപാന ഗായകൻ എന്ന നിലയ്ക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വന്നതിന് ശേഷം എത്രയോ ക്ഷേത്രങ്ങളിൽ എൻ്റെ പരിപാടി നിഷേധിക്കപ്പെട്ടു. ഇന്നലെയാണ് അതിനുശേഷം ഞാൻ ക്ഷേത്രത്തിൽ പാടുന്നത്. പക്ഷേ ആ നിഷേധങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ തിരസ്കാരങ്ങളെല്ലാം തന്നെ ഒരു വലിയ പുരസ്കാരമായി ഞാൻ ഞാനിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കിപ്പോൾ രമ്യയുടെ വീട്ടിൽ വന്ന് ഈ ഗണപതി ഹോമകുണ്ടത്തിന് മുമ്പിൽ പാടാൻ സാധിക്കുന്നത് ഒരു പത്മശ്രീ കിട്ടുന്നതിനേക്കാൾ വലിയ സംഗതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണെന്നാൽ ഇതൊരു കലാകാരൻ എന്ന നിലയ്ക്കല്ല, ഒരു മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അർഹതപ്പെട്ടാണ്. അഡ്വക്കേറ്റ് കൃഷ്ണകുമാർജി വന്നിട്ടുണ്ട്, ബാബ അലക്സാണ്ടർ ഉണ്ട്, പി കെ ഫിറോസ് ഭായ്, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ പ്രിയപ്പെട്ട ജയന്തി ചേച്ചി ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് ഇത്രയും കാലം, അതെല്ലാം സത്യമായിരുന്നു. എടുത്ത തീരുമാനങ്ങൾ, ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് വന്ന തീരുമാനം സത്യമായിരുന്നു എന്ന് ലോകത്തോട് ബോധ്യപ്പെടുത്താനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.